അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. അപ്പം ലൈവിൽ ബിന്നി വീണ്ടും കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. നെവിനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ കുത്തിത്തിരിച്ചങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം റീ എൻട്രി കയറി വന്നിട്ടുള്ള ആൾക്കാർ ഇപ്പം ശൈത്യ, ബിൻസി, ഈ പറഞ്ഞിട്ടുള്ള ബിന്നി, ഇവരൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് കയറി വന്നിട്ടുള്ളത്. ഇവരെല്ലാം ടാർഗറ്റ് അനുവാണ്. അനുവിനെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് ഇവർക്കുണ്ടായ നെഗറ്റീവ് എല്ലാം വെള്ളപൂശി അങ്ങ് പോസിറ്റീവാക്കി ഇപ്പം അങ്ങ് ഇറങ്ങിക്കളയാന്നുള്ള ധാരണയിലാണ് ഇവർ അകത്തോട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ അനുവിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് ഓരോ ആൾക്കാരെ പിടിക്കാനെ കൊണ്ടുള്ള പ്ലാനിങ് കൂടെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോഴത്തേക്ക്. കാരണം നെവിനെ പിടിച്ചു കഴിഞ്ഞാൽ നെവിൻ അവിടെ പ്രശ്നം ഉണ്ടാക്കും, ആദില നൂറെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അവരും പ്രശ്നം ഉണ്ടാക്കും, അനുവിനെതിരെ തിരിയുമെന്ന് ഇവർക്ക് നല്ലവണ്ണം അറിയാം. ഷാനവാസിനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഷാനവാസ് പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്നറിയാം. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ അക്ബറിനെയും ഈ പറഞ്ഞിട്ടുള്ള നെവിനെയും ആദിലയും നൂറെയൊക്കെ ഇളക്കി അനുവിനെതിരെ ഒരു ഗെയിം കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ് ഇവർ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബിന്നി നെവിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നെവിൻ്റെ അടുത്ത് പറയുവാണ്, ഇവിടെ നീ വിജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഫുൾ സപ്പോർട്ടും നിനക്കുണ്ട് എന്നൊക്കെയാണ് ബിന്നി ഇവിടെ നെവിനെ പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ചിലരൊക്കെ ഉണ്ട് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ഭയങ്കര അഭിനയം കാഴ്ചവെക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ കടവുണ്ട്, ലോണുണ്ട്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭിനയങ്ങൾ ക്യാമറയുടെ മുമ്പിൽ പോയി വാരി വിതറുന്ന ഒരാളുണ്ട്. അവരെയൊന്നും പോലെ അല്ല, നീ വിജയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നെവിനെ ഒന്ന് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. നെവിന് ഒന്ന് ഇളക്കി വിടുന്നുണ്ട്. നെവിൻ ഇളകുന്ന ടൈപ്പാണല്ലോ. നെവിന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ചെന്ന് അനുവിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിഗ്രേഡ് ചെയ്യുക, ഡിഗ്രേഡ് ചെയ്ത് നെഗറ്റീവ് ഉണ്ടാക്കുക, വോട്ട് കുറപ്പിക്കാനുള്ള പരിപാടിയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ എന്നിട്ട് പറയുന്നുണ്ട്, കാരണം ഇവിടെ ഓരോ ആൾക്കാരെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് തന്നെ എല്ലാ ആൾക്കാരെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ട്, എല്ലാ ആൾക്കാരെ കാര്യങ്ങളും അറിയാം. ഇവിടെ റെന ഫാത്തിമ തന്നെ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് പക്ഷേ മറ്റു ചില ആൾക്കാർ ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് എൻ്റെ ലോണ് എനിക്ക് അടയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിന് കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് ഈ നെവിനോട്. അപ്പം ഇവിടെ അനുവിൻ്റെ കേസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അനുവിന് ഈ പറഞ്ഞ പോലെ ഈ കരഞ്ഞു മെഴുകി വോട്ട് പിടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ഒരു സീസൺ 7 ഈ ബിന്നി ആയിക്കോട്ടെ, ഇനി സത്യം പറയാം, ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 തൊട്ടാണ് എനിക്ക് ബിന്നി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എനിക്ക് അറിയാവുന്നത്. അതുപോലെ സാബുമാൻ, അങ്ങനെ കുറേ ആൾക്കാരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് അനുവിനെയൊക്കെ അറിയാം, അനുമോളെ അറിയാം, അതുപോലെ ഷാനവാസിനെ അറിയാം, അപ്പം ഈ ജിഷനെ അറിയാം. ഇവരിങ്ങനെയുള്ള കുറേ ആൾക്കാരെ എനിക്ക് അറിയായിരുന്നു. മറ്റുള്ള ആൾക്കാരെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഇവർ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അനുവിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിൻ്റെ തന്നെ ഒരു നല്ലൊരു ഓഡിയൻസ് പുറത്തുണ്ട് അല്ലേ. സ്റ്റാർ മാജിക്കിലൂടെ ഇഷ്ടപ്പെട്ട് അനുവിൻ്റെ കൂടെ കൂടിയിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വോട്ട് മാത്രം മതി അനു കപ്പടിക്കാനൊക്കെ ഉണ്ട്. അല്ലാതെ ഈ കരഞ്ഞു മെഴുകിയ അവിടെ ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള വോട്ടിന് വേണ്ടിയിട്ട് കടന്ന് നാടകം കാണിക്കുമെന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. കാരണം ബിന്നിയെക്കാളും എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനു. എത്രയോ ആൾക്കാരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ അനു. അപ്പം അനുവിന് ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ അനുവിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ പെട്ടെന്ന് ഇമോഷണലാവുന്നൊരു ക്യാരക്ടർ നേരത്തെ ഉള്ളതാണ്. കാരണം സ്റ്റാർ മാജിക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല ആൾക്കാരുമായിട്ട് അവിടെ ചെറിയ വിഷയത്തിന് പോലും പിണങ്ങുന്നതും വഴക്കുണ്ടാക്കുന്നതും നമ്മൾ കാണുന്നതാണ്. പിന്നെ ഇപ്പം പുള്ളിക്കാരി വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, ഡബിൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയും ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ട് ആക്രമണം ചെയ്തിട്ട് പോലും അനു നല്ല രീതിയിലാണ് അവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നതും മറുപടി കൊടുക്കുന്നതും അല്ലേ. ഇവിടെ ബിന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലപാടും ഇല്ലാത്ത ഒരാളാണ് ഈ ബിന്നി എന്തൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിക്ക് പോലും അറിയുന്നില്ല. ബിന്നി ഇപ്പം പറയുന്നൊരു കാര്യമല്ല പിന്നെ പറയുന്നൊരു കാര്യമല്ല, അത് കഴിഞ്ഞിട്ട് പറയുന്നത്. ബിന്നി ഒരു നിലപാടും ഇല്ലാത്ത ഒരാളെന്ന് നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചാനൽസിന് കൊടുക്കുന്ന 1-2 ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ ബിന്നി എന്തുവാണ് സംസാരിക്കുന്നത്, ഒരു നിലപാടും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ
ഇപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കി ഇവിടെ. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്? അനുവാണ് ഇത് മാറ്റി പറയുന്നത്. ഇവരാണ് മാറ്റി പറയുന്നത്. അനു ഇപ്പോഴും പറയുന്നുണ്ട് ഈ പി ആറിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ അനു ഇപ്പോഴും പറയുന്നത് ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പി ആർ എനിക്ക് ഉണ്ടെന്ന് പുള്ളിക്കാരി അത് ലൈവിനകത്തും പറയുന്നുണ്ട്, ജനങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ എന്തായാലും ബിന്നി ഇപ്പം ബിന്നിയുടെ പുതിയൊരു ഇൻ്റർവ്യൂവിനകത്ത് ഈ പി ആറിനെ പറ്റിയിട്ട് ബിന്നി പറയുന്നുണ്ട്. അതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. അനു തന്നെയാണ് അനുവിന്റെ പി ആർ ഉണ്ടെന്നുള്ള കാര്യം ഹൗസിൽ പലരോടും പറഞ്ഞിരുന്നു. അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അനു എന്നോടും പറഞ്ഞിരുന്നു, ഹൗസിലുള്ള പലരോടും പറഞ്ഞിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അല്ലാതെ അനുവിന്റെ പി ആർ ചെയ്തത് റോങ് ആണ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് അനുവായിട്ട് യാതൊരു പ്രശ്നവും ചെയ്തത്. കാരണം അനുവിനെതിരെയായിട്ട് ഞാൻ അങ്ങനെ റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിട്ട് എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. അനു എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സോ അത് ഇത്രയും ബൂം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ അത് കേട്ടല്ലോ. ബിന്നി ഇപ്പം പറയുന്നത് എന്താണ്? ഈ ബിന്നി തന്നെ അല്ലേ അവിടെ ഈ ഒരു പി ആറിന്റെ വിഷയം എടുത്തിട്ട് ഇത്രയും ചർച്ചയാക്കിയത് തന്നെ ബിന്നി തന്നെയാണ്. 16 ലക്ഷം രൂപ അനു കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുതപ്പിനടിയിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ബിന്നി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബിന്നി പറയുന്നു 16 ലക്ഷത്തിന്റെ കാര്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അനു പി ആറിന്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അനു പി ആറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ജനങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷേ 16 ലക്ഷമെന്ന് അടിച്ചിറക്കിയത് ഈ ബിന്നി തന്നെയാണ്. ആ ഒരു 16 ലക്ഷം കാരണം ഏതൊരാൾ അനുവിന് സപ്പോർട്ട് ചെയ്ത് അനുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ആ 16 ലക്ഷത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ളത് നീയും കൂടെയാണെന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബേഴ്സിന് ഉൾപ്പെടെ ഈ ഒരു ബിഗ് ബോസിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ ഉൾപ്പെടെ ഈ പി ആർ ആക്കി കളഞ്ഞത് ഈ ബിന്നി ഒറ്റൊരാൾ കാരണമാണ് അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു പി ആറിൻ്റെ വിഷയം ഈ അനു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവിടെ കഴിഞ്ഞ ആൾക്കാർ ഇത്രയും ഒരു ഇതായിട്ട് എടുത്തൊരു സംഭവമല്ല. പക്ഷേ ഈ ബിന്നി കാരണമാണ് പിന്നെ പല ആൾക്കാരും ഇത് ഏറ്റുപിടിച്ച് അനുവിൻ്റെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഇത് ഡീഗ്രേഡ് ചെയ്യാൻ പി ആർ കാരണമാണ് കപ്പടിക്കുന്നത്, പി ആർ കാരണം കപ്പടിപ്പിക്കല് എന്നൊരു മനസ്സിനകത്തൊരു ദുഷിച്ച ചിന്താഗതി വെച്ചുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസുകൾ ഉൾപ്പെടെ അല്ലേ? പി ആർ ഇല്ലാതായിട്ട് ആരുമില്ല, എല്ലാവർക്കും പി ആർ ഉണ്ട്. ഇപ്പം എല്ലാവരും പി ആറും വെളിയിൽ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അക്ബറിൻ്റെ പി ആർ, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ബിന്നിക്ക് പി ആർ ഉണ്ടായിരുന്നു, ശൈത്യക്ക് പി ആർ ഉണ്ട്, എല്ലാവരും പി ആറും ഇപ്പോൾ എക്സ്പോസ് ആയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ബിന്നി പുതിയൊരു കുത്തിത്തിരിപ്പുമായിട്ട് നെവിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട്. നെവിനെ കൊണ്ട് അനുവിനെ അടുത്ത പ്രശ്നം ഉണ്ടാക്കിപ്പിച്ച് കുറച്ച് പിന്തുണ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വോട്ടിംഗ് പിന്തുണ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്കിതിനെ തോന്നിയത് കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണേ. സീ യു.